Traditional Origami Sunglasses ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. സ്ക്വയർ പേപ്പർ ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഈ രണ്ടറ്റവും ഇതുപോലെ കാണിച്ച രണ്ടറ്റവും കറക്റ്റ് അളവിൽ ഇതുപോലെ മുട്ടിച്ച് മടക്കണം. ഇതുപോലെ കറക്റ്റ് ലൈൻ കിട്ടും. ഈ രണ്ട് കാണിച്ച പോലെ രണ്ട് ലൈനും കറക്റ്റായിട്ട് ഒരുപോലെ മടക്കണം. ഇത് ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് നിവർത്തി വരുമ്പോൾ ഇതുപോലെ ഷേപ്പ് കിട്ടും. ഇനി ഈ ഷേപ്പ് ഇപ്പോൾ കാണിക്കുന്ന രണ്ട് ഷേപ്പിൻ്റെ ആ കറക്റ്റ് ലൈൻ ആ സെൻറ്ററിൽ കറക്റ്റായിട്ട് ഇതുപോലെ മുട്ടിക്കണം. അപ്പോൾ ആ ലൈൻ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഈ താഴത്തെ അറ്റം ആ സെൻറ്ററിൻ്റെ വളരെ കുറച്ച് താഴത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് ഒന്ന് അമർത്തി വയ്ക്കുക. നന്നായിട്ട് ഇതുപോലെ അമർത്തി കൊടുത്ത ശേഷം ഒരു പ്രാവശ്യം ഇതുപോലെ ആ ലൈനിൻ്റെ സെൻറ്ററിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത് വരുന്ന രീതിയിൽ മടക്കുക. ഒപ്പം മടക്കരുത്. ഇനി ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ അതും കുറച്ച് താഴെ വരണ ഭാഗത്തിന് ഒന്ന് മടക്കി കൊടുക്കണം. സൺഗ്ലാസിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടി താഴത്തെ ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി മടക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പിന് കുറച്ചും കൂടി വ്യത്യാസം വരും. വേറൊരു ഷേപ്പിലുള്ള ഗ്ലാസ് ആവും. ഇതിൽ കറക്റ്റ് ആ പോയിന്റിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ മുകളിലോട്ട് മടക്കുക. ഇത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതിൻ്റെ അറ്റത്ത് കറക്റ്റായിട്ട് അവിടെ സൺഗ്ലാസിൻ്റെ വരണ പോലത്തെ ആ ഭാഗത്തുള്ള അറ്റത്ത് കറക്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒറിഗാമീസ് ട്രഡീഷണൽ ആയിട്ടുള്ള സൺഗ്ലാസ് റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾ കൂടുതലും വീട്ടിലിരിക്കുകയാണല്ലോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.